ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം MCOMലെ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ പറയുണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് വിസിൽ ബൗളിങ്. എന്താ വിസിൽ ബൗളിങ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഓർഗനൈസേഷൻ, എന്തെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്കണ്ടക്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് വേണമെങ്കിലും ആ ഒരു കമ്പനിയിലെ അതോറിറ്റി ആരാണോ അയാളോടോ അല്ലെങ്കിൽ ഡയറക്ടറോടോ സിഇഒടൊക്കെ പറയാനായിട്ട് പറ്റും, ഡയറക്റ്റ്ലി പറയാനായിട്ട് പറ്റും. അതിനെയാണ്, ആ ഒരു പോളിസീനെയാണ് വിസിൽ ബൗളിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡയറക്റ്റ്ലി ആരുടെ കയ്യിലാണോ ആ ഒരു കമ്പനിയുടെ അതോറിറ്റി ഉള്ളത്, അത് ഡയറക്ടർ ആയിക്കോട്ടെ സിഇഒ ആയിക്കോട്ടെ, ഏതൊരു പേഴ്സൺ ആണോ അതിൻ്റെ അതോറിറ്റി ഉള്ളത് അയാളോട് ഡയറക്റ്റ്ലി പറയാനായിട്ട് പറ്റണ ആ ഒരു പോളിസീനെയാണ്, അങ്ങനെ പറയുന്ന ആ ഒരു പോളിസീനെയാണ് വിസിൽ ബൗളിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ്. എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റി ഉണ്ട്, കെയർ ആൻഡ് റെസ്പെക്റ്റ് ഉണ്ട്, ഹോണസ്റ്റി ഉണ്ട്, ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്, ലോയലിറ്റി ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്, റെസ്പെക്റ്റ് ഫോർ ദ റൂൾ ഓഫ് ലോ ഉണ്ട്. ഇത്രയും പ്രിൻസിപ്പിളാണ് എത്തിക്സിനുള്ളത്. ഇതിൽ ഓരോ പോയിൻറ്റ്സും നമുക്ക് അറിയുന്നതല്ലേ. ഹോണസ്റ്റി എന്താണ്, കെയർ ആൻഡ് റെസ്പെക്റ്റ് എന്താണ്, ഹെൽത്തി കോമ്പറ്റീഷൻ, അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നമ്മൾ ലോ റെസ്പെക്റ്റ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ പോയിൻ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക, പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എക്സ്പ്ലനേഷൻ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അതായത് നമ്മുടെ കമ്പനിയിലുള്ള മറ്റുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഡയറക്ടറാണ് ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കും. അതും ആര് പെർഫോം ചെയ്യും? ഈ ഒരു ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ പെർഫോം ചെയ്യും. അപ്പോൾ ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീസ്, അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഡയറക്ടറാണ് ലീഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന റൂൾസും റെസ്പോൺസിബിലിറ്റീസും ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അടുത്തതാണ് സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് അല്ലേ. എന്ത് ചെയ്യുക? കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യാതിരിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ അവോയ്ഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആർക്ക് കൊടുക്കുക? എംപ്ലോയീസിന് കൊടുക്കുക. ഇതൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ എന്തായിട്ട് പറയുന്നത്? പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ബിസിനസ്സിൽ ഉണ്ടായിരിക്കേണ്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എത്തിക്സ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ അക്കൗണ്ടബിലിറ്റി, ഹോണസ്റ്റി എന്നൊക്കെ പറഞ്ഞത്. അടുത്തതാണ് വാട്ട് ഡു യു മീൻ ബൈ ഡിഫാക്ടോ ഡയറക്ടർ. ആരാ ഡിഫാക്ടോ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ കമ്പനി, നമ്മൾ സാധാരണ ഡയറക്ടേഴ്സിന് എങ്ങനെയാണ് ഫോർമലായിട്ടൊരു അപ്പോയിൻമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് അപ്പോയിൻ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അങ്ങനെ നമ്മുടെ കമ്പനി ഫോർമലായിട്ട് അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല. അതായത് ഇന്ന ആളെ ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനി കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡയറക്ടറുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ കമ്പനിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ നമ്മൾ ഫോർമലായിട്ട് അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുത്തിട്ട് ഡയറക്ടർ ആക്കിയിട്ടുമില്ല. അങ്ങനെയുള്ള പേഴ്സൺസിനെയാണ് ഡിഫാക്ടോ ഡയറക്ടർ എന്ന് പറയുന്നത്. ഡിഫാക്ടോ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ അയാളുടെ ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒരു ഡയറക്ടർ ചെയ്യേണ്ട എല്ലാ റെസ്പോൺസിബിലിറ്റീസും അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെയാണ് ഡിഫാക്ടോ ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ കോർപ്പറേറ്റ് എക്സലൻസ്.
കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു കമ്പനിക്ക് ഒരു ഗുഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് ഉണ്ട്. ആ ഒരു ഗുഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിൽ നിന്ന് ഗ്രേറ്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയിലെ മാനേജ്മെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ പ്രോസസ്സൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റവും പ്രോസസ്സൊക്കെ ഡെവലപ്പ് ചെയ്യും സ്ട്രെങ്തൻ ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാണ്, നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഗുഡ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസ് എന്തായിട്ട് മാറും? ഗ്രേറ്റ് കമ്പനി എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്തില്ലേ? അങ്ങനെ എത്തുന്നതിനെയാണ് കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ കമ്പനിക്ക് ഗുഡ് കമ്പനി എന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട്, അതിൽ നിന്ന് ഗ്രേറ്റ് കമ്പനി എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതുപോലെ തന്നെ കോർപ്പറേറ്റ് എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റവും പ്രോസസ്സൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുമായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് നോളേജ് മാനേജ്മെൻറ്റ്. നോളേജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോളേജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഓർഗനൈസേഷൻ്റെ നോളേജെ കുറിച്ചാണ് പറയണേ അല്ലേ. അപ്പം നമ്മുടെ ഓർഗനൈസേഷൻ്റെ നോളജ് ക്രിയേറ്റ് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും, മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോളേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ നോളജിനെ എന്ത് ചെയ്യാണ്? ക്രിയേറ്റ് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും, മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലെ നോളേജ് സ്ട്രക്ചർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും അത് എംപ്ലോയീസിനും ടീംസിൻ്റെ ഇടയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിങ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എംപ്ലോയീസിൻ്റെയും ടീംസിൻ്റെ ഇടയിൽ ഇഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും അതിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോളജ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കോഡ് ഓഫ് എത്തിക്സ്. എന്താ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്? അത് ഒരു സെറ്റ് ഓഫ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ്. എങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിസിഷൻസ് എടുക്കണം എന്ന് ഇൻഫോം ചെയ്യുന്ന, അത് പ്രകാരമായിരിക്കണം നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. അങ്ങനെ പറയുന്ന സെറ്റ് ഓഫ് ഗൈഡിങ് പ്രിൻസിപ്പിളിനെയാണ് കോഡ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ടായിരിക്കും? നമ്മുടെ കമ്പനിയുടെ കോർ വാല്യൂസ് ഉണ്ടായിരിക്കും. അതുപോലെ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു പ്രോബ്ലം വന്നാൽ അതെങ്ങനെ റിസോൾവ് ചെയ്യണമെന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റാഫ് മെമ്പേഴ്സ് മീറ്റ് ചെയ്യേണ്ട പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആ ഒരു കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ കോഡ് ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എങ്ങനെ ഡിസിഷൻസ് എടുക്കണം എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ കോർ വാല്യൂസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ റിസോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓരോ എംപ്ലോയീസും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫ് മെമ്പേഴ്സും മീറ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ വാല്യൂ ആൻഡ് എത്തിക്സ്. വാല്യൂവും എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്നുള്ളത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എത്തിക്സ് എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ഒരൊറ്റ സെൻസാണ്. അതായത് നമ്മുടെ ഇപ്പോൾ എൻ്റെ ഒരു ഇതുണ്ടാവും, എനിക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കില്ല, എന്താണ് റൈറ്റ്, എന്താണ് റോങ്, എന്താണ് ശരി, എന്താണ് തെറ്റെന്നുള്ളത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. അങ്ങനെ ഓരോ പേഴ്സൻ്റെയും ഓൺ ആയിട്ടുള്ള ആ ഒരു സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്ങിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കൺസെപ്റ്റ് ഉണ്ടായിരിക്കും, എന്താണ് റൈറ്റ്, എന്താണ് റോങ് എന്നുള്ളത്. അതാണ് എന്തെന്ന് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലെ ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താ ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ക്രെഡിബിലിറ്റിയും ഗവർണൻസ് സ്റ്റാൻഡേർഡ്സും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താണ്? നമ്മുടെ കമ്പനിയിലുള്ള ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ
കോർപ്പറേറ്റ് ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ ഗവർണൻസ് സ്റ്റാൻഡേർഡ്സും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മാനേജിങ് ഡയറക്ടർക്കോ ഹോൾ ടൈം ഡയറക്ടർക്കോ നോമിനി ഡയറക്ടർക്കോ ഒന്നും തന്നെ എന്താവാനായിട്ട് പറ്റില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. ആർക്കൊക്കെയാണ് പറ്റാത്തത്? മാനേജിങ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ, നോമിനി ഡയറക്ടർ. ഓക്കെ അല്ലേ? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് വേണമെന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ.